ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങ് വരാനായിട്ട് പോവാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി അതിന്റെ എലിജിബിലിറ്റി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് കഴിഞ്ഞ കുറെ വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് അല്ലെങ്കിൽ ഈ വർഷം ഏറ്റവും അധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ ലെവലിൽ റിട്ടേൺ എക്സാംസും കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ. പക്ഷെ അതിന് ശേഷം നമുക്ക് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റേജസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പോസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ വെക്കുമ്പോൾ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, റിജക്ട് ആവാനായിട്ട് പാടില്ല. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്ന ചില പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ചില പോസ്റ്റുകളിലേക്ക് വളരെ ലിബറൽ ആയിട്ട് നമുക്ക് പറ്റും. അതിനൊക്കെ നമുക്ക് മറ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരാറില്ല. അപ്പൊ അങ്ങനത്തെ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും അല്ലെങ്കിൽ ഏതൊക്കെയാണ് അങ്ങനത്തെ സ്ട്രിക്റ്റ് ചാൻസസ് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് കണ്ടീഷൻസ് വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇനി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ടാകാനോ അല്ലെങ്കിൽ നിങ്ങൾ മാറി അപ്ലൈ ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനോ പാടില്ല. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പ്രധാനമായിട്ട് നമുക്കറിയാം, നമുക്ക് ഒരുപാട് നിങ്ങൾ ഈ പോസ്റ്റുകൾ അതിന്റെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ വ്യത്യാസം കാണും അല്ലെ. A2 സ്റ്റാൻഡേർഡ്, A3 സ്റ്റാൻഡേർഡ്, C1 അങ്ങനെ പ്രധാനമായിട്ടും 4 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക അല്ലെ. ഒരുപാടൊന്നും വന്നിട്ടില്ല, ഒരുപാട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും ഗ്രൂപ്പ് ഡിയിൽ പ്രധാനമായിട്ടും 4 എണ്ണമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് A2 കാറ്റഗറി വരും, A3 കാറ്റഗറി വരും, B1 കാറ്റഗറി വരും ആൻഡ് C1 കാറ്റഗറി വരും. ഇത്രയുമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ കേസിൽ വന്നിരിക്കുന്ന മെഡിക്കൽ കാറ്റഗറി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് വരുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് A2 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. A2 സ്റ്റാൻഡേർഡിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ A2 സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ എല്ലാം കേസിൽ ജനറൽ ഫിറ്റ്നസ് അവർ പരിശോധിക്കും. അറിയാലോ, നിങ്ങൾക്കറിയില്ല മെഡിക്കൽ വരുമ്പോഴത്തേക്ക് ജനറൽ ഫിറ്റ്നസ് അവിടെ മസ്റ്റ് ആണ്. വിച്ച് മീൻസ് ക്രോണിക് ഡിസീസ് ഒന്നും പാടില്ല, ഫ്ലാറ്റ് ഫുട്ട് പാടില്ല, അല്ലെങ്കിൽ നമുക്ക് സ്കെൽട്ടൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അങ്ങനത്തെ ക്രോണിക് ഡിസീസ് ജനറൽ ഫിറ്റ്നസ് കണ്ടീഷൻസ് എല്ലാം ഇതിന്റെ കേസിൽ ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഏത് പോസ്റ്റിനും അത് പെർമനന്റ് ആയിട്ട് ഒരു പരിശോധിക്കും എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ കേസ് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും വിഷനും കാര്യങ്ങളുമാണ് ഇവിടെ നോക്കുക. അപ്പോൾ A2 സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ A2 സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകളാണ് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ വാല്യുവേഷൻ വരുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. A2 എന്ന് പറയുമ്പോൾ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഗ്ലാസ് ഉള്ളവരാണെങ്കിൽ സ്പെക്സ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ആശ്വാസം എന്ന് പറയുന്നത് A2 എന്ന് പറയുന്ന ആകെ ഒരു ഒറ്റ പോസ്റ്റിന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ വന്നിട്ടുള്ളൂ, മറ്റൊന്നുമല്ല പോയിന്റ്സ് മാൻ എന്ന് പറയുന്ന ഒരു ഒറ്റ പോസ്റ്റ് അല്ലേ. അപ്പൊ പോയിന്റ്സ് മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മാത്രമാണ് ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ A2 സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ സ്പെക്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ സ്പെക്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്പെക്സ് ഇല്ലാതെ തന്നെ 6/9 എന്ത് വേണം, ഡിസ്റ്റന്റ് വിഷനും അതുപോലെ 0.6 SN നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണം, നിയർ വിഷനും ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, ഇതിലേക്ക് വരാനായിട്ട് പറ്റൂ. സോ സ്പെക്സ് ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പൊ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് A3 സ്റ്റാൻഡേർഡ് വരുമ്പോഴും അവിടെ അത്യാവശ്യം എന്താണ്, A2ന്റെ അത്ര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ പോലും അവിടെയും ഫിസിക്കൽ ഫിറ്റ്നസ് നല്ല രീതിയിൽ തന്നെ നോക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും വിഷന്റെ റേഞ്ച് 6/9 തന്നെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. വിച്ച് മീൻസ് എന്താണ്, ഗ്ലാസ് യൂസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്പെക്സ് ഉണ്ടെങ്കിലും സ്പെക്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു മിനിമം വിഷൻ നിങ്ങൾക്ക് എന്ത് വേണം, ആ ഒരു മിനിമൽ റേഞ്ചിൽ നിങ്ങൾക്ക് വിഷൻ വേണം, അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റുകൾ മാത്രം അവിടെ നടക്കുന്നുള്ള ഒരു ഒറ്റ കാര്യമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ A2ന്റെ അത്രയും ആ ഒരു സ്ട്രിക്റ്റ് അല്ല ഇത് വരുന്നത്. A3 എന്ന് പറയുമ്പോൾ അത്ര സ്ട്രിക്റ്റ് അല്ലാത്തതാണ്. ഇതിലേക്ക് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് അല്ലെ. ആ ഒരു ഒറ്റ പോസ്റ്റിലേക്ക് ഈ ഒരു A3 സ്റ്റാൻഡേർഡ് വരുന്നുള്ളൂ. അപ്പൊ A2 ആണെങ്കിലും A3 ആണെങ്കിലും ഈ 2 സ്റ്റാൻഡേർഡിലേക്ക് മാത്രമേ പോസ്റ്റുകൾ വരുന്നുള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത്, അവിടെ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ജനറൽ ആയിട്ട് ഏറ്റവും കൂടുതൽ പോസ്റ്റുകളിലേക്ക് വരുന്ന പ്രധാനമായിട്ട് 2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഒന്ന് B1 സ്റ്റാൻഡേർഡ് ആണ് അല്ലെ. B1 സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്തായിട്ട് വരുന്നത്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഇവിടെയും ഒരു മെഡിക്കൽ ഫിറ്റ്നസ് നോക്കുമ്പോൾ തന്നെ ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, 6/9 or 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്നാണ് പറയുന്നത് അല്ലെ. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത്ര സ്ട്രിക്റ്റ് അല്ലാത്തൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ വരുന്നുള്ളൂ. ഈ പറഞ്ഞ സ്പെക്സ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ, സ്പെക്സ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ മെജോറിറ്റി പോസ്റ്റുകളും ഈ ഒരു B1 സ്റ്റാൻഡേർഡ് ആണ് ഇതിന്റെ ഒരു മെഡിക്കൽ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത്
നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ A2 അല്ലെങ്കിൽ A3 അത്ര സ്ട്രിക്റ്റ് അല്ലേ ഇതെന്ന് പറയുന്നത്, B1 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അത് ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പോസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ മെയിനായിട്ട് നോക്കുന്ന ഏതാണ്, C1 ആണ് അല്ലെ. ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് C1 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഈ പറഞ്ഞ ടെക്നിക്കൽ നമുക്ക് ഈ പറഞ്ഞ മെക്കാനിക്കൽ അതുപോലെ ഇലക്ട്രിക്കൽ പോസ്റ്റുകളൊക്കെ വരുന്ന കുറച്ച് പോസ്റ്റുകൾ ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങനത്തെ പോസ്റ്റുകളിലേക്കെല്ലാം പ്രധാനമായിട്ടും ഏതാണ്, ഈ C1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പയർഡ് ടു അതർ നമ്മൾ ഈ പറഞ്ഞ E2 സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് വളരെ ലിബറൽ ആയിട്ടുള്ള അത്ര വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് C1 എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾ വരുമ്പോൾ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഫ്രീ ആയിട്ട് തന്നെയാണ് വാല്യുവേഷനും കാര്യങ്ങളെല്ലാം എന്ന് ഓർത്തിരിക്കുക. പക്ഷേ സ്റ്റിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാത്തിന്റെയും കേസിൽ ജനറൽ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം എന്നുള്ള കാര്യം ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഓക്കെ, സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് നോക്കുക, അതിന്റെ എലിജിബിലിറ്റീസും ഇൻഎലിജിബിലിറ്റീസും നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെ. അത് നോക്കാതെ അപ്ലൈ ചെയ്തതിന്റെ മേരിൽ മാത്രം നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതിയതിനു ശേഷം റിജക്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഓൾറെഡി ഫിസിക്കലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്ര ഭയങ്കര സീനുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. അപ്പൊ അത് നോക്കി വെക്കുക. അതിന്റെ കൂടി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ശേഷം നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് അല്ലെ. ഓൾറെഡി കഴിഞ്ഞ എക്സാംസിന് പഠിച്ചവരാണ്, വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ. ആ ഒരു ബേസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ നെക്സ്റ്റ് ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെ, ആദ്യമായിട്ട് ഗ്രൂപ്പ് ഡി എക്സാംസ് എഴുതുന്നവരുണ്ടായിരിക്കും. നിങ്ങൾക്കാണെങ്കിൽ ഇത് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. ആ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ടൈമിൽ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സിലബസും കവർ ചെയ്യാം, അടിപൊളിയായിട്ട് റിവിഷനും കണ്ടക്ട് ചെയ്യാം. വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാംസ് നല്ല അടിപൊളിയായിട്ട് എഴുതാം അല്ലെ. നല്ല പ്രിപ്പറേഷൻ ആവശ്യമുള്ള എക്സാം ആണ്. ഇത്തവണത്തെ എക്സാം എഴുതിയവർക്ക് ക്വസ്റ്റിന്റെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും എല്ലാം അറിയാം അല്ലെ. നമ്മൾ വെറുതെ ഒരു ഈസി മട്ടി പോയി കിട്ടുന്ന ഒരു എക്സാം ആണോ, അല്ല. നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ്. സോ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഡിയുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. അത് മാക്സിമം ഏർലി കവറേജ് തന്നെയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി സമയം നമ്മൾ ഫുള്ള് പക്ക PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഓൾറെഡി നമുക്ക് ക്ലാസിന്റെ കൂടെ തന്നെ റെഗുലർ ബേസിസിൽ നമുക്ക് എന്ത് കാണും, മോക്ക് ടെസ്റ്റുകളും PYQ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളും എല്ലാം കാണും. സോ അതിന്റെ ക്ലാസ്സസും വരും. അപ്പോൾ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കുകയും ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടാവും, ആൻഡ് നിങ്ങൾക്ക് അതിനൊരു സെൽഫ് അനാലിസിസ് നടത്താനുള്ള ഓപ്ഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡി എക്സാംസിനുള്ള കംപ്ലീറ്റ് പാക്കേജ് ആണ്. ആൻഡ് നമുക്ക് കറന്റ് അഫേഴ്സ് റെഗുലർ സെക്ഷൻസ് ഉണ്ടായിരിക്കും, ഡെയിലി വീക്ക്ലി മന്ത്ലി സെക്ഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആൻഡ് റീസണിങ്, മാത്സ്, കോൺസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സും ട്രിക്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് വേണ്ടി നിങ്ങളെ സ്പെഷ്യലി പ്രിപ്പയർ ചെയ്യും. സോ അങ്ങനെ ഗ്രൂപ്പ് ഡി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണോ അതിന്റെ എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ എക്സാം എഴുതുന്നത് വരെ നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എത്രയും വേഗം ഇനി ടൈം കളയാനായിട്ട് നിൽക്കേണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് വിളിക്കുക, അഡ്മിഷൻസ് എടുക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് ടൈമാണ്, വീണ്ടും പറയുന്നത്, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ശരിയായ സമയമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്, സീ യു.